അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമിഴിലുണ്ട്. അപ്പൊ ഏകദേശം ഒക്കെ കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട്. എന്താണ് ഒരു മാസം മുന്നേ ഞങ്ങള് ഫാഷൻ ഫാക്ടറിയിൽ പോയിട്ട് കുറച്ച് ഡ്രസ് ഒക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, അവിടെ അടിപൊളി കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൺബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ, ജീൻസ് ഒക്കെ ഇല്ല, ജീൻസ് ഷർട്ട്, അത് നമ്മൾ ബ്രാൻഡ് ഷൂസ് ബ്രാൻഡ് ഒന്നും അല്ലല്ലോ, എന്താ പറയുക, അൺബ്രാൻഡഡ് നമ്മൾ സാധാരണ മേടിക്കുന്ന ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓഫേഴ്സ് ആയിരുന്നു അവിടെ നടന്നത്. അതായത് അവിടെ ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. എന്താ ഇപ്പൊ പറയാ, പ്യൂമ, അഡിഡാസ്, അങ്ങനെയുള്ള നമ്മുടെ നല്ല നല്ല ബ്രാൻഡ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. പെർഫോമാക്സ്, അങ്ങനെയുള്ള ബ്രാൻഡ്സിന്റെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഷൂസ് ഉണ്ട്, ആക്സസറീസ് ഒക്കെ കുറച്ച് അധികം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ആദ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ജീൻസ് ആണ് നമ്മൾ കൊടുത്തത്. ജീൻസും കൊടുത്തു, ഏടന്റെ ജീൻസും കൊടുത്തു. ജെൻസിന്റെ ജീൻസിന് എനിക്ക് തോന്നുന്നു ഒരു ജീൻസ് 400 രൂപയും ലേഡീസിന്റെ 300 രൂപയാണ് അവർ തരുന്നത്. ക്യാഷ് കിട്ടത്തില്ല. അപ്പൊ ഇതിനകത്തൊരു സംഭവം ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം. വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂപ്പൺ ആയിട്ട് തരുമ്പോൾ നമ്മൾ വിചാരിക്കും 1000 രൂപയുടെ കൂപ്പൺ കിട്ടി, ഓക്കെ, ഒരു ഡ്രസ് പർച്ചേസ് ചെയ്യാം. ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് പറ്റിപ്പാണ്. നമുക്ക് കൂപ്പൺ, അവർക്ക് കിട്ടിയ കൂപ്പൺ ഇപ്പോഴും ഉണ്ട്. ഒരു കടയിൽ നിന്ന് കൂപ്പൺ മാത്രമായിട്ട് നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് അവരൊരു ഓഫേഴ്സ് കൊടുക്കും, ഈ കൂപ്പൺ കിട്ടുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. എന്തായാലും ഇതൊരു ബിസിനസ് തന്നെയാണ്. അപ്പൊ ഇതിനൊരു ബിസിനസ് ടാക്ടിക്സ് ഉണ്ട്, അവർക്ക് എന്തായാലും ഒരു ഏണിങ്സ് വേണം. അപ്പം നമ്മൾ ഈ പഴയ സാധനം എടുക്കുമ്പോൾ അവർ എന്തായാലും ഇതൊന്നെങ്കിൽ എന്താ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും വാഷ് ചെയ്ത്, പലരും പറയുന്നുണ്ട് വാഷ് ചെയ്ത് അതുപോലെ. പക്ഷെ ഞങ്ങൾ മേടിച്ച സാധനം ഒന്നും ഒരാൾ ഉപയോഗിച്ചിട്ട് തിരിച്ചു വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഇപ്പൊ വാഷ് ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ തന്നെയും ഇത് അൺബ്രാൻഡഡ് ആയിരിക്കും. അപ്പം നമ്മൾ എന്തായാലും ട്രെൻഡ്സിൽ പോകുമ്പോൾ നമ്മൾ ഈ പഴയ മോഡൽ ജീൻസും ഇതൊന്നും നമ്മൾ കാണാറില്ല, സ്വാഭാവികമായിട്ട് കാണാറില്ല. പിന്നെ ചെറിയ ചെറിയ ഡാമേജുകൾ എന്തായാലും നമ്മുടെ യൂസിനകത്ത് ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എപ്പോഴും ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത സമയത്തും 50 തൊട്ട് 70% വരെ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ കൂപ്പൺ അതിനകത്ത് ആഡ് ഓൺ ആവും. അതാണ് ഇതിനകത്തുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു ടീഷർട്ട് ഞാൻ മേടിച്ച് എത്ര രൂപയ്ക്കാന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് പെർഫോമാക്സിന്റെ ടീഷർട്ട് 699 രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത്. എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ലാസ്റ്റ് ഇതിന്റെ പ്രൈസ് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും ഇത് എത്ര രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത്. അതേ കണക്ക് പല സാധനങ്ങളും നമുക്ക് കൂപ്പണും കൂടെ റെഡീം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ 1000 രൂപയുടെ കൂപ്പൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപയുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു പൈസ കൊണ്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിന് ഒരു 2000 അല്ലെങ്കിൽ 2800 രൂപയാണെങ്കിൽ അതിനൊരു 50%, 70% ഓഫർ കാണും. അതിൽ നിന്നും നമ്മുടെ കൂപ്പൺ റെഡീം ചെയ്തിട്ടാണ് നമുക്ക് സാധനം കിട്ടുന്നത്. എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 50% 1000 രൂപ ഓഫ് കാണും. അപ്പൊ അതിന്റെ കൂടെ എത്ര രൂപ വീണ്ടും കുറയുമെന്ന് വെച്ചാൽ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 300 രൂപയുടെ കൂപ്പണും കൂടെ അധികം റെഡീം ചെയ്യാം ഒരു പ്രോഡക്റ്റില്. അപ്പൊ അതാണ് ഇതിനകത്ത് ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിന് എത്ര ടോക്കൺസ് ആണ് അവർ, അതായത് നമ്മുടെ ഈ കൂപ്പൺ ആണ് റെഡീം ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചായിരിക്കും നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുക. അല്ലാതെ 1000 രൂപയുടെ കൂപ്പൺ കിട്ടിയാൽ നമുക്ക് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അവരെവിടെയും പറയുന്നില്ല കൂപ്പൺ വെച്ച് മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അതെ, പർച്ചേസ് ചെയ്യാം. പക്ഷെ ഈ ഒരു കാര്യമുണ്ട്, അതായത് നമ്മളിപ്പോ ഒരു കൂപ്പൺ, നമുക്ക് കൂപ്പൺ കിട്ടിയെന്ന് പറഞ്ഞ് കൂപ്പൺ കൊണ്ടുപോയിട്ട് നമുക്കൊരു ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അതിനോട് കുറച്ച് എമൗണ്ട് കൂടെ നമ്മൾ കൊടുക്കണം. എന്തായാലും നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഇതിനകത്ത് ഒരു കാര്യം. എന്താ വെച്ചാൽ നമ്മളിപ്പം ഒരു എന്താ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 2000 രൂപ മേടിച്ച് കഴിഞ്ഞാൽ 1000 രൂപ കുറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റേഷൻ ആയി പോയെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു കൂപ്പൺ നമ്മൾ ഫുള്ളായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് പൈസയും കൂടി ഇട്ടാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിലും നോക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ നല്ലതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാൽക്കുലേഷൻ വേണം. ഏതൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴും നല്ലൊരു മാത്തമാറ്റീഷ്യൻ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നല്ല രീതിയിൽ നമ്മളിന്ന് നമുക്ക് ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാതെ നമുക്ക് എടുക്കാൻ പറ്റും, നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. അത് അവിടെ പലരും തെളിയിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. 60 രൂപയ്ക്ക് വരെ അവിടുന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്തവരുണ്ട്. ടീഷർട്ട് 60 രൂപയ്ക്ക് ഞങ്ങൾ അവിടെ നോക്കി, ഞങ്ങൾക്കും 1-2 കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ എടുക്കാൻ 60 രൂപയ്ക്ക് വരെ ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ബ്രാൻഡ് സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ
കുറെ പേര് മെസ്സേജ് ഇട്ടുണ്ട്, ട്രൈ ചെയ്തവരാണെന്ന് നമുക്കറിയാം. അറിയത്തില്ല, അത് കൃത്യമായിട്ട് അറിയത്തില്ല. ഇനിയിപ്പോ ഈ അൺബ്രാൻഡഡ് ടു ബ്രാൻഡഡ് ഓഫർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 50 to 70-80 നല്ല ഓഫുണ്ട്, നല്ല രീതിയിലുള്ള ഓഫുണ്ട്. പിന്നെ ബ്രാൻഡഡ് സാധനങ്ങളായിട്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇത്രയും പ്രോഡക്ട്സ് മേടിച്ചു, നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാഷ് ചെയ്തിട്ട് ഒരു കളറോ ഒന്നും പോകുന്നില്ല, അടിപൊളി. നമ്മൾ മേടിച്ച എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ട്. അതേസമയത്ത് നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്തപ്പോ എല്ലാത്തിന്റെ കളർ ഇളകി. പക്ഷെ ഇതിന്റെ ഒന്നിന്റെ ബെഡ്ഷീറ്റിന്റെ പോലും കളർ ഇളകിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മള് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കൊല്ലത്തൊരു എക്സിബിഷൻ വന്നപ്പോൾ ഇതേപോലെ തന്നെ ബ്രാൻഡഡ്, ഓർമ്മയുണ്ടോ, നമ്മൾ പോയിട്ട് നമ്മുടെ ഇൻസ്റ്റയിലെ വീഡിയോ കിടപ്പോട്ട് ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു വമ്പൻ സെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോ കണ്ട ഐറ്റംസ് എല്ലാം എന്തായിരുന്നു പ്രശ്നം? ഇയർ ബാക്ക് ഡ്രസ്സുകളാണ്. നമ്മുടെ ബീച്ച് ഓർക്കിഡിൽ വെച്ചായിരുന്നു തോന്നുന്നത്. അതെ, സംഭവം എല്ലാം ഇയർ ബാക്ക്. കാരണം 2018 വരെ ഞങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മേടിക്കേണ്ട ആവശ്യം വന്നില്ല. അത് മാത്രമല്ല നമുക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല. അതാണ് മെയിൻ. അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പാക്ഡ് ഡേറ്റ് 2018. ഒരുപാട് ഡാമേജ്. അത് മാത്രമല്ല, എനിക്ക് എന്റെ ഒരു അറിവ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പാക്ഡ് ഡേറ്റ് കഴിഞ്ഞ് 1 year ആകുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സ്റ്റോറുകളും ഇതിനങ്ങ് ഒന്നെങ്കിൽ ഒരു ഓഫർ പ്രൈസിന് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവര് ഫുൾ ആയിട്ട് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. 1 year ആയ ഡ്രസ്സുകൾ ഉപയോഗിക്കാതിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഈ വരുന്ന ഡ്രസ്സുകളൊന്നും 1 year ആയിട്ടുള്ളതല്ല. പലതിന്റെയും ഞങ്ങൾ പാക്ഡ് ഡേറ്റും എല്ലാം നോക്കി. 2023 ലാസ്റ്റ് ഉള്ള ഡ്രസ്സുകളാണ് കൂടുതൽ. കാര്യം 24 ഉണ്ട്. ഇത് റിലയൻസിന്റെ ബാഡ്ജ് മാത്രമല്ല ഇതിനകത്ത് വരുന്നത്, നമ്മുടെ ഇവരുടെ ഈ കമ്പനിയുടെ തന്നെ ബാഡ്ജ് വരുന്നത്, ആ ടാഗ് വരുന്നുണ്ട്. അതിനകത്ത് പാക്ഡ് ഡേറ്റ് കൃത്യമായിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം പുതിയ ഡ്രസ്സുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വലിച്ചു നീട്ടി അങ്ങനെ കൊണ്ടുപോകേണ്ട ഓരോരോ ഡ്രസ്സുകളായിട്ട് വന്നിരിക്കുന്നത് ഈ ഡ്രസ്സിന്റെ റിവ്യൂ പറയാൻ. അതെ, അപ്പം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറയാം. പിന്നെ എന്റെ ടീഷർട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു റേറ്റിന് കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു, എത്ര ദിവസം 2 പ്രാവശ്യം ഇടുമായിരിക്കും, അല്ല 1 പ്രാവശ്യം ഇടുമായിരിക്കും. ഡ്രസ്സുകൾ തന്നെ നമ്മുടെ ആജിയോയിലുണ്ട്. ആജിയോയിൽ ഞങ്ങള് മേടിച്ചപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു ഈ സെയിം റേറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കി, ആജിയോയിൽ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ മേടിച്ചതിനെക്കാട്ടി 50 രൂപ 100 രൂപയൊക്കെ കൂടുതലാണ്. അത്യാവശ്യം അത് റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പല റേഞ്ചിലും വന്നത്. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെറുതെ ഇരുന്ന ഡ്രസ്സായിരുന്നു, നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രസ്സാണ്. അപ്പൊ അത് പോവാന്ന് പറയുമ്പോ അത് പോയിട്ട് നമുക്ക് കുറച്ച് പൈസയെങ്കിലും കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അത് ഒരു ഫാക്ട് ആണ്. അപ്പൊ നമുക്ക് ഇനി വലിച്ചു നീട്ടി അങ്ങനെ കൊണ്ടുപോകണ്ട. നേരെ നമുക്ക് നമ്മളെ എടുത്ത ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫാക്ടറി. ഞാൻ ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ, ഇത് മുമ്പ് FBBയുടെ കയ്യിൽ ഇരുന്ന സമയത്ത് ഇത് ബ്രാൻഡ് ഫാക്ടറി ആയിരുന്നു. അതിനെ റിലയൻസ് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമാണ് ഇത് ഫാഷൻ ഫാക്ടറി ആയിട്ട് മാറിയത്. ആ സമയത്തും ഈ സമയത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അഡിഡാസ്, പ്യൂമ അങ്ങനെയുള്ള ബ്രാൻഡുകൾ. അത് കണക്ക് തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ സ്കെച്ചേഴ്സ്, ഷൂസിനകത്ത് സ്കെച്ചേഴ്സ് വരത്തില്ലേ, അത്, പിന്നെ പെർഫോമാക്സിന്റെ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഡ്രസ്സ് ഐറ്റംസും അങ്ങനെയുള്ള ബ്രാൻഡുകളും മാത്രമാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ റിലയൻസ് ഏറ്റെടുത്തിട്ടുണ്ടായതുകൊണ്ടും ഇത് റിലയൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഈ ഒരു സംഭവത്തിനകത്ത്, അതായത് ഈ ഒരു സ്റ്റോറിൽ വരുന്ന കംപ്ലീറ്റ് ഐറ്റംസിലും ഓഫേഴ്സ് ആണ്. അതായത് ഈ ബ്രാൻഡഡ് വരുന്ന ഐറ്റംസിനകത്ത് ഏകദേശം 40% തൊട്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു 70% മുകളിലൊക്കെ ഓഫർ കിട്ടുന്ന ഒരു സ്റ്റോറാണ് ഇപ്പം അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോ സീസണിലും 365 ദിവസവും ഇവിടെ ഓഫറാണ്. അതാണ് ഈ ഒരു സ്റ്റോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ഫാഷൻ ഫാക്ടറിയിൽ പോയത് ഒരു ഓഫേഴ്സ് നടന്ന സമയത്താണ്. അൺബ്രാൻഡഡ് ടു ബ്രാൻഡഡ് എന്നാണ് ഓഫേഴ്സ്. അതായത് ജീൻസ് ആയാലും, കുർത്തീസ് ആയാലും, ഷർട്ട് ആയാലും, കിഡ്സ് വെയർ ആയാലും, ഷൂസ് ആയാലും എല്ലാത്തിനും അവരൊരു വാല്യൂ വരും. അത് നമുക്ക് കൂപ്പൺസ് ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ 365 ദിവസവും ഓഫേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ പോയി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പോഴത്തേക്ക് എടുത്തതിന് നമ്മുടെ ഈ കൂപ്പൺസിന് കിട്ടിയ ആ എമൗണ്ടും റിഡംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല 50%, 60%, 70% ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതും ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പൊ ഞാൻ മേടിച്ച പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ മേടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. 5 ടീഷർട്ടും അതുപോലെ തന്നെ എനിക്കൊന്ന് 2
പാൻസുമാണ് മേടിച്ചിട്ടുള്ളത്. 5 ടീഷർട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടീഷർട്ട് മാറി മാറി യൂസ് ചെയ്യേണ്ടതുകൊണ്ടും പിന്നെ ഞാൻ പുറത്തൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും ടീഷർട്ട്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ടീഷർട്ടുകൾ മേടിച്ചു. പക്ഷേ എനിക്കത് ഭയങ്കര ലാഭമായിട്ട് ഫീൽ ചെയ്തു. ആദ്യം ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഒരു വൈറ്റ് ടീഷർട്ട്. ഈ ടീഷർട്ടിന്റെ വില ഞാൻ പറയുന്നില്ല, ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് വെച്ചേക്കുക. അത് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇതിന്റെ റേറ്റ് പറയുന്നതായിരിക്കും. അപ്പം ഞാൻ ഓരോരോ ടീഷർട്ടിന്റെ റേറ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ എടുക്കുന്ന ടീഷർട്ട് ഇത് പെർഫോമാക്സിന്റെ ടീഷർട്ടാണ്. പെർഫോമാക്സിന്റെ ടീഷർട്ടാണ്. ഏകദേശം 699 രൂപയാണ് ഇതിന്റെ പ്രൈസ് MRP വരുന്നത്. പക്ഷെ ഇതെനിക്ക് കിട്ടിയത് എത്ര രൂപയ്ക്കാണെന്ന് പറയുമോ? എനിക്ക് വന്നൊരു 199 രൂപ, 200 രൂപ ആ റേഞ്ചിലാണ് എനിക്കിത് കിട്ടിയത്. ഇതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾ കണ്ടാണ്, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇപ്പൊ ഇത് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് വാഷ് ചെയ്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ പ്രിന്റിനോ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇതിനകത്തുനിന്ന് ഒരു തുള്ളി കളർ പോയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോയുടെ ഡ്രസ്സിനകത്ത് കളർ ശരിക്കും പോയെങ്കിൽ ഇതിനകത്ത് ഒരു തുള്ളി കളർ പോയിട്ടില്ല. ഇതിന്റെ പ്രൈസ്. അപ്പൊ അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ രണ്ടാമത് മേടിച്ച ഐറ്റം കാണിച്ചു തരാം. അതും ടീഷർട്ട് തന്നെയാണ് കേട്ടോ. ഇതാണ് ടീഷർട്ട്. ഇത് ഈക്കോ അൺലിമിറ്റഡ്. ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ ഒരു ബ്രാൻഡിനെയാണ് ഞാൻ മേടിച്ചത്. ഇതിനും ഏകദേശം എനിക്ക് 50% ഓഫും കിട്ടി. അത് കൂടാണ്ട് ഒരു 300 രൂപ നമ്മുടെ കൂപ്പൺ റിഡംഷനും കൂടെ കിട്ടി. കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഇതൊരു പ്രാവശ്യം വാഷ് ചെയ്തു, ഞാൻ ഇട്ടിട്ടില്ല, ഇടാനായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലോത്ത് ആണ്, അങ്ങനെ ചീത്തയൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കളർ ഇളകിയിട്ടില്ല, അതുകൊണ്ട് ഇതും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ടീഷർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ പലതിലും കണ്ടിട്ടുണ്ട്. ഇതാണ് ആ ഒരു ടീഷർട്ട്. ഇതിന്റെ പ്രൈസ് കറക്റ്റ് എനിക്ക് തോന്നുന്നൊരു 290 എനിക്ക് തോന്നുന്നു കറക്റ്റ് പ്രൈസ് 200 രൂപയാണ്. നമുക്ക് കിട്ടിയ 699 രൂപയാണ്. നമുക്ക് 50% ഓഫും പിന്നെ അതുപോലെ തന്നെ കൂപ്പൺ റിഡംഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് 200 രൂപയ്ക്ക് കിട്ടി. 200 രൂപയ്ക്ക് കിട്ടിയാണ്. സംഭവം ഇത് നല്ല നൈസാട്ടോ, ഇടാൻ നല്ല സുഖമാണ്. നല്ല എന്താ പറയാ, ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തു, നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടു കാണും. അപ്പൊ അടുത്തത് ഈ വൈറ്റിന്റെ ഞാൻ പറഞ്ഞില്ല, അവസാനം ഞാൻ പറയുന്നുള്ളൂ. പിന്നെ മേടിച്ചത് ഒരു കാർഗോ പാൻസ് ആണ് കേട്ടോ മേടിച്ചത്. അതും ഈ പറഞ്ഞ ഈക്കോ യുണൈറ്റഡിന്റെ ആണ് മേടിച്ചത്. ഇതിന് പക്ഷേ ഈ ഒരു ബ്രാൻഡിന്റെ സാധനത്തിന് എനിക്ക് 40% ആണ് കേട്ടോ ഡിസ്കൗണ്ട് കിട്ടിയത്. അതായത് ഇവർ തന്ന ഡിസ്കൗണ്ട് 40%. പക്ഷെ ഇതിനകത്ത് എനിക്കൊന്ന് കൂപ്പൺ ഒരു 300 രൂപയുടെ കൂപ്പൺ അടുപ്പിച്ച് ഇതിനകത്ത് നമുക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവം ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല, വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് കളർ ഇളകി പോയിട്ട് ഒന്നുമില്ല. സാധനം ഇയർ ബാക്ക് സാധനം ഒന്നുമല്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഒരെണ്ണമാണ് കേട്ടോ. ഞാൻ അങ്ങനെ കൂടുതലും ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ലായിരുന്നു. ജീൻസ് ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കൂടുതലും എന്താ പറയാ, ഇത് കണക്കുള്ള പാൻസിലോട്ടൊക്കെ മാറി, ചൂടൊക്കെ കൂടുതൽ കാരണം പാൻസിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത ഐറ്റം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പാന്റ് ആണ്. നല്ലൊരു ഷെയ്ഡിൽ വരുന്ന ഒരു പാന്റ് അല്ല, ഇത് ജോഗർ ആണ്. സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ഞാൻ വാഷ് ചെയ്തു, ഒരു വാഷ് കഴിഞ്ഞ് ഇതിനകത്ത് കളറൊന്നും ഇളകിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എന്താ പറയുക, ഒരു സ്ട്രെച്ചബിൾ പോലുള്ള ഒരു മെറ്റീരിയൽ ആണ്. ട്രാവൽ ഫിറ്റ് ആണ് സംഭവം വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ബ്രാൻഡ് വരുന്നത് കൂൾ കളേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് 50% എനിക്ക് ഓഫും കിട്ടി. അതുപോലെ തന്നെ 300 രൂപ നമ്മുടെ കൂപ്പണും കൂടെ കുറഞ്ഞ് കിട്ടി. അത്യാവശ്യം നല്ല റേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല പാൻറ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഷെയ്ഡും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ഈ ഒരു ഷെയ്ഡിന്റെ കളർ കറക്റ്റായിട്ട് അറിയുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ സംഭവം നല്ല ഒരു സംഭവമായിരുന്നു. എനിക്ക് വലിയ നമ്മുടെ ആജിയോയിൽ ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. ആജിയോ കാട്ടി എനിക്കൊരു 200-300 രൂപയുടെ ഡിഫറൻസ് ഞാൻ മേടിച്ചതിനകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ മേടിച്ചതെന്ന് പറയാനായിട്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ടീഷർട്ടും കൂടെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞങ്ങളിപ്പോ വാഷ് ചെയ്തിട്ടിരുന്നായിരുന്നു കേട്ടോ. അതായത് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, അടിപൊളി ടീഷർട്ടാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പറയാ, നല്ല സുഖമാണ് ഇതിട്ട്, നല്ല സുഖമാണ്. അത് കണക്ക് തന്നെ വാഷ് ചെയ്ത പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഉംബ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ടാഗുകളെല്ലാം ഞാൻ നോക്കിയായിരുന്നു. ഇയർ ബാക്ക് സാധനമൊന്നും അല്ലായിരുന്നു. ഇത് എനിക്ക് കിട്ടിയ പ്രൈസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതിന് പ്രൈസ് വരുന്ന 699 ആണ്. പക്ഷെ ഇതിന് എനിക്കൊരു 60 അങ്ങാണ്ട് ഓഫർ അടിച്ചായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് 200 രൂപയ്ക്ക് ഈ ഒരു ടീഷർട്ട് കിട്ടിയത്.
200 രൂപയ്ക്ക് എന്തായാലും ഇത് എനിക്ക് വർത്തായിട്ട് തോന്നി. കാര്യം ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇത് ഒരുപാട് യൂസ് ചെയ്തു. ഒരു 3-4 തവണ കൂടുതൽ ഞാൻ യൂസ് ചെയ്തു. കളർ ഇളകിയിട്ടില്ല, ഒന്നും പോയിട്ടില്ല, സ്ട്രെച്ചബിൾ ആണ്. എനിക്ക് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഇനി അടുത്തത് നോക്കാം. ഏട്ടൻ അങ്ങനെ ഒരുപാട് വില കുറച്ച് പെർഫോമാക്സിന്റെ ഒക്കെ ടീഷർട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് തപ്പി നോക്കി. പക്ഷെ എനിക്ക് ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ആ ഒരെണ്ണം ഇതാണ്. പക്ഷെ ഇതിട്ടിട്ട് നല്ല സുഖമായിരുന്നു. ഇത് ഏകദേശം ഒരു 699 രൂപയാണ് അതിനകത്ത് പ്രൈസ് കിടന്നത്. പക്ഷെ ഓഫർ ഒരു 50% ഓഫും പിന്നെ കൂപ്പൺ റിഡംഷൻ ഒരു 300 രൂപയും കഴിഞ്ഞിട്ട് 200 രൂപയ്ക്ക് ഇത് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇത് 50 അല്ല, അതിൽ കൂടുതൽ ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞു. അതിന് മുന്നത്തെ ദിവസമൊക്കെ പെർഫോമാക്സിന്റെ ഒരുപാട് ടീഷർട്ട് വന്ന് എടുത്തവർക്ക് 60 രൂപയ്ക്കൊക്കെ കിട്ടിയവരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ട് വേറെ DNMXൻ്റെത് 60 രൂപയ്ക്കുണ്ട്. പക്ഷെ അത് അത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അത് എടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2 ജീൻസ് വാങ്ങിച്ചായിരുന്നു. ഒരെണ്ണം ഇതാണ്, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടാണ്. പിന്നെ ഒരു കാര്യം, ഇതിന്റെ ഒന്നും കളർ ഇളകിയിട്ടില്ല. ഇതിന് ഏകദേശം ഒരു 50% ഓഫും പിന്നെ അതുപോലെ തന്നെ ഒരു 300 രൂപയെ കുറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതൊരു ട്രാക്ക് പാൻ്റാണ് ഞാൻ വാങ്ങിയത്. ഇതും അതുപോലെ തന്നെ. ഇത് വരുന്നത് ഏതിൻ്റെയാ? പ്രോ എർത്തിന്റെ ട്രാക്ക് പാൻ്റാ. ഇതും 50% ഓഫും അതുപോലെ തന്നെ ഒരു 300 രൂപയും കുറഞ്ഞ്. ഇത് നല്ല കംഫർട്ടാണ്. ഇതിന്റെയും കളറൊന്നും ഇളകില്ല. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറൊരു ട്രാക്ക് പാന്റ് വാങ്ങിച്ചു. ഇതും പ്രോ എർത്തിന്റെ തന്നെ ട്രാക്ക് പാന്റാ. ഇതൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാ വരുന്നത്. ഇതും 50% ഓഫ് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ 300 രൂപ ഇതിന് റിഡംഷൻ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന ഒരു ജീൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ജീൻസാ. നമ്മുടെ ഒരു ജോഗർ ടൈപ്പ് ജീൻസ് ആണ് എടുത്തത്. ഇതും 50% ഓഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂപ്പൺ റിഡംഷനും ഒരു 300 രൂപ. പക്ഷെ ഞങ്ങൾ എടുത്തതിനൊന്നും തന്നെ കളർ ഇളകിയിട്ടില്ല. അതേ സമയത്ത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതിന് എല്ലാത്തിനും കളർ ഇളകി. പക്ഷെ ഇതിനൊന്നും കളർ ഇളകിയിട്ടില്ല. ഞങ്ങൾ മേടിച്ചപ്പോൾ ഇതിന് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾ മേടിച്ചതിനൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം നല്ല ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ ഇത് 2-3 എണ്ണമൊക്കെ 2023 ഡിസംബറിൽ ഉള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം 2024. ഏകദേശം ഒരു 2-3 മാസത്തിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ വന്നപ്പോഴാണ് പറഞ്ഞത് 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 299 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു 3 ബെഡ്ഷീറ്റ് എടുത്തായിരുന്നു. ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റ് ആട്ടോ. ഇത് ഡബിൾ ബെഡ്ഷീറ്റ് ആണ്. ഇതിന് 2 പില്ലോ കവർ ഉണ്ട്. പില്ലോ കവർ ഉണ്ട്. അത് കണക്ക് തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള സാധനം തന്നെ കേട്ടോ. കട്ടി കുറവാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പ്രൈസ് കിടന്ന 1599 അങ്ങനെ. പക്ഷെ ഇത് ഒരുപാട് എന്താ പറയാ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനത്തിന്. പക്ഷെ ഒരുപാട് സെലക്ഷൻ ഒന്നും ആളുകൾ ഒരുപാട് എടുത്തുകൊണ്ട് പോയത് കൊണ്ട് തന്നെ ഒരുപാട് സെലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയാണ് എടുത്തത്. പിന്നെയും എടുത്തായിരുന്നു. ഒരു 3 എണ്ണമാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തത്. അതില് 2 എണ്ണം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ ആദ്യം കാണിച്ചത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ എടുത്തതേ ഉള്ളൂ, വേറെ കിട്ടാത്തോണ്ട് എടുത്തതേ ഉള്ളൂ. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടയാ. ഇതിന്റെ ഒന്നും കളറൊന്നും ഫെയ്ഡ് ആയിട്ടും ഇല്ല, കളർ ഇളകിയിട്ടും ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ഇയർ ബാക്ക് ഒന്നും അല്ല കേട്ടോ. ഇയർ ബാക്ക് സാധനങ്ങളെ അല്ല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എല്ലാത്തിനും 2 പില്ലോ കവറും ഉണ്ട്. ഇയർ ബാക്ക് സാധനങ്ങളൊന്നും അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളതൊന്നും. പിന്നുള്ള ഒരെണ്ണം ഇതല്ലേ, പിന്നുള്ള ഒരെണ്ണം ഇത്. ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതിന് പില്ലോ, എല്ലാത്തിനും പില്ലോ കവർ ഉള്ളതാണ്. പില്ലോ കവറില് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിലും ഡിസൈൻ വ്യത്യാസമുണ്ട്. ബെഡ്ഷീറ്റ് ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ തുറന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. അകത്ത് ഡിസൈൻ ചിലതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതും അത്യാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെയാണ്. ഞങ്ങൾ ആദ്യം കാണിച്ചാണ് കൂട്ടത്തിൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാതെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ ആരും പോകരുത്. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അത് കണക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.